ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഫൈലം അനലിഡയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം നെമറ്റോഡ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഫൈലം അനലിഡയുടെ ജനറൽ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ശേഷം വരുന്ന വീഡിയോയിലായിരിക്കും നമ്മൾ അനലിഡയുടെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഫൈലം അനലിഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ആദ്യം NCERT പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോയിന്റ്സ് ആണ് പറയുന്നതെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, സോ നോക്കാം. ഫൈലം അനലിഡ. അനലിഡുകൾ ജലത്തിലും കരയിലും കാണപ്പെടുന്നു. ഓക്കെ, അപ്പം ഇവര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജലത്തിലും കരയിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് സ്വതന്ത്രമായി ജീവിക്കുന്നവരും ഫ്രീ ലിവിംഗ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പരാതങ്ങളായിട്ടുള്ളവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ജലത്തിലും കരയിലും ജീവിക്കുന്നവരുണ്ട്, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരും പരാതമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. പിന്നെ ഇവർ കാണിക്കുന്നത് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതായത് അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇവർ കാണിക്കുന്നത്. അതുപോലെ ദ്വിപാർശ്വ സമമിതിയാണ്, ത്രിപ്ലാസ്റ്റികതയാണ്, സീലോമിക ജന്തുക്കളാണ്. അപ്പൊ ഇതൊക്കെ ടേംസ് എന്താ നമുക്ക് അറിയാവുന്നത്. നമ്മൾ ഇത്രയും ഫൈലംസ് പഠിച്ചപ്പം നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഈ ടേംസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് ഇനി നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യുന്നില്ല, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ അനലിഡ എന്ന് വിളിക്കുന്നത് എന്നുള്ള റീസൺ ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇവയുടെ ശരീരം ഒരുപോലുള്ള ഖണ്ഡങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നതിനാലാണ് ഇവയെ അനലിഡ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ശരീരം എന്ന് പറയുന്നത് ഒരേപോലത്തെ സെഗ്മെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സെഗ്മെന്റ്സ് നമ്മൾ മെറ്റാമിയേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അനലിഡ എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ശരീരഭിത്തിയിൽ ചർമ്മത്തിന്റെ അടിയിലായിട്ട് 2 നിര പേശികൾ കാണാൻ പറ്റും. ഓക്കെ, പുറത്ത് ബാഹ്യനിര വർത്തുള പേശി തന്തുക്കളാണ് പുറത്തുള്ളത്. അതുപോലെ തന്നെ ഉള്ളിലായിട്ട് ദീർഘപേശി തന്തുക്കളും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവരില് സർക്കുലർ മസിൽസും കാണുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽസും കാണുന്നുണ്ട്. ഇവ രണ്ടും സഞ്ചാരത്തിനായിട്ടാണ് സഹായിക്കുന്നത്. ഈ 2 മസിൽസും എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? സഞ്ചാരത്തിനായിട്ട് സഹായിക്കുന്നുണ്ട്. ജലത്തിൽ ജീവിക്കുന്ന അനലിഡകൾക്ക് നീന്തുന്നതിന് ശരീരത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാരപ്പോഡിയകൾ കാണും. ഓക്കെ, അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നേരിസ് ആണ്. നേരിസിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവരുടെ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും പുറത്തേക്ക് തള്ളിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ പാരപ്പോഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഈ പാരപ്പോഡിയ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഓക്കെ, അവർക്ക് ജലത്തിൽ ജീവിക്കുന്ന അനലിഡകൾക്ക് നീന്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാരപ്പോഡിയ സഹായിക്കുന്നത്. അടുത്തത്, ഈ അനലിഡകൾക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണുള്ളത്. ഓക്കെ, അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. പിന്നെ ഇവരുടെ ആന്തര സമസ്ഥിതി പരിപാലനത്തിനും അതുപോലെ തന്നെ വിസർജനത്തിനും വേണ്ടിയിട്ട് നെഫ്രീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണുള്ളത്. ഓക്കെ, അപ്പൊ നെഫ്രീഡിയ എന്തിനു വേണ്ടിയിട്ടാണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിനും അതുപോലെ തന്നെ വിസർജനത്തിനും വേണ്ടിയിട്ടാണ് നെഫ്രീഡിയ. ആൻഡ് ഈ നെഫ്രീഡിയ എന്ത് ചെയ്യും? നെഫ്രീഡിയ രക്തത്തിൽ നിന്ന് വിസർജ വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ വിസർജ വസ്തുക്കൾ ശരീരത്തിലെ ബാഹ്യ സുഷിരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പൊ ഇവര് നെഫ്രീഡിയ എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിൽ നിന്ന് വിസർജ വസ്തുക്കൾ എടുത്തിട്ട് ഇവരുടെ ബാഹ്യ സുഷിരത്തിലൂടെ ഈ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ഓക്കെ, അപ്പം ഈ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് കളയുന്നുമുണ്ട്. അടുത്തത്, അനലിഡകൾക്ക് സുസംഘടിതമായൊരു നാഡീവ്യൂഹമാണുള്ളത്. ഓരോ ഖണ്ഡത്തിലും കാണപ്പെടുന്ന ഒരു ജോഡി ഗാംഗ്ലിയോണുകളെ ശരീരത്തിന്റെ അടിവശത്തായി മുൻഭാഗത്തു നിന്നും പിന്നറ്റം വരെ നീണ്ടുകിടക്കുന്ന ഇരട്ട നാഡീദണ്ഡിലേക്ക് പാർശ്വനാഡികൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന നിലയിലാണ് ഇവരുടെ നാഡീവ്യവസ്ഥ. ഒന്നുമില്ല, ഇവരുടെ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഖണ്ഡത്തിലും 2 ജോഡി ഗാംഗ്ലിയകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഗാംഗ്ലിയകള് നാഡീദണ്ഡിലേക്ക് പാർശ്വനാഡികൾ വഴി കണക്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഓരോ സെഗ്മെന്റിലും 2 ഗാംഗ്ലിയോൺസ് വീതമുണ്ട്. ആൻഡ് ഈ ഗാംഗ്ലിയോൺസ് ഇരട്ട നാഡീദണ്ഡ് ഉണ്ടവർക്ക് ഈ ഇരട്ട നാഡീദണ്ഡിലേക്ക് പാർശ്വനാഡികൾ, ഓക്കെ, ഇത്തരത്തിലുള്ള പാർശ്വനാഡികൾ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അനലിഡ ഏകലിംഗ ജീവികളും ഉണ്ടായിരിക്കും, ഉഭയലിംഗ ജീവികളും ഉണ്ടായിരിക്കും. ഏകലിംഗ ജീവികൾക്ക് ഉദാഹരണമാണ് നീരിസ് എന്ന് പറയുന്നത്. ഉഭയലിംഗ ജീവികൾക്ക് ഉദാഹരണമാണ് മണ്ണിരയും ലീച്ചുകളും. ഇനി ഇവര് ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് പുതിയ തലമുറയെ നിലനിർത്തുന്നത്. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്: നീരിസ്, മണ്ണിര, കുളയട്ട. ഓക്കെ, ഇത്രയാണ് എക്സാമ്പിൾസ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള നീരിസും അതുപോലെ തന്നെ ഹിരുഡിനീറിയനെയാണ് ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് NCERT പറയുന്നത്. ഇനി
ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. അനലിഡ്സ് ആർ പോപ്പുലർലി നോൺ ആസ് സെഗ്മെന്റഡ് ഓർ റിംഗ് വേംസ്. ഓക്കെ, റിംഗ്ഡ് വേംസ് കേട്ടോ, സെഗ്മെന്റഡ് അല്ലെങ്കിൽ റിംഗ്ഡ് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് സെഗ്മെന്റഡ് സീലോമേറ്റ്സ് വിത്ത് ഡെർമോ മസ്കുലർ ബോഡി വാൾ. എന്താണ് ഡെർമോ മസ്കുലർ ബോഡി വാൾ? ഡെർമോ മസ്കുലർ ബോഡി വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോഡി വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് സ്കിൻ ആൻഡ് മസിൽസ്. അവരുടെ ബോഡി വാൾ നിർമ്മിച്ചിരിക്കുന്നത് സ്കിന്ന് കൊണ്ടും അതുപോലെ മസിൽസ് കൊണ്ടുമായിരിക്കും. പിന്നെന്താണ്, സീറ്റ ഉണ്ട്, അതുപോലെ തന്നെ സെഗ്മെന്റലി പെയർഡ് ആയിട്ടുള്ള നെഫ്രീഡിയം ഇവർ കാണാൻ പറ്റും. സൈലന്റ് ഫീച്ചേഴ്സ് നോക്കാം. Bilaterally symmetrical, metamerically segmented and vermiform body. The body of annelids is long, cylindrical, segmented and bilaterally symmetrical. The first segment is called as peristomium and the last one is called pygidium. These represents the oral and anal segment respectively. So first point എന്താണ്, നമ്മൾ എക്സ്ട്രാ ഒരു പോയിന്റേ ഉള്ളൂ, ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ആണ്, വെർമിഫോം ബോഡിയാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ ഒരു എർത്ത് വേമിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ അവരുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അവരുടെ ബോഡി സിലിണ്ട്രിക്കൽ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ എന്താണ്, സെഗ്മെന്റഡ് ആണെന്ന് പറയാൻ പറ്റും, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ആൻഡ് ഇവരുടെ ഫസ്റ്റ് സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് സെഗ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റോമിയം. ഓക്കെ, പെരിസ്റ്റോമിയം എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് റെപ്രസെന്റ്സ് ദി മൗത്ത്. ഈ പെരിസ്റ്റോമിയം മൗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് സെഗ്മെന്റിനെയാണ് നമ്മൾ പൈജിഡിയം എന്ന് പറയുന്നത്. പൈജിഡിയം. ഓക്കെ, സോ ലാസ്റ്റ് സെഗ്മെന്റിനെയാണ് നമ്മൾ പൈജിഡിയം എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് റെപ്രസെന്റ്സ് ദി ആനൽ സെഗ്മെന്റ്. ഓക്കെ, അതാണ് നമ്മളെ ആനൽ സെഗ്മെന്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആൻഡ് ക്യൂട്ടിക്കുലർ കവറിംഗ്. ബോഡി സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 3 layers, എപ്പിഡെർമിസ്, മീസോഡെർമിസ് ആൻഡ് എൻഡോഡെർമിസ്. ഓക്കെ, ഇപ്പൊ ബോഡി സെൽസ് 3 ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹോൾ ബോഡി സർഫസ് ഇസ് കവേർഡ് ബൈ എ തിൻ ക്യൂട്ടിക്കിൾ. ഫുൾ ബോഡി ഒരു ക്യൂട്ടിക്കിൾ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ക്യൂട്ടിക്കിൾ ഈസ് സെക്രീറ്റഡ് ബൈ എപ്പിഡെർമിസ്. സീറ്റ ഉണ്ട്. ഓക്കെ, ലൈങ് ബറീഡ് ഇൻ ദ എപ്പിഡെർമിസ് ആർ ന്യൂമറസ് chitinous rods or crystals called as setae or chetae. In some cases these 8 locomotion. So സീറ്റ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഡെർമോ മസ്കുലർ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ ആർ ഫോംഡ് ഓഫ് മീസോഡെർമൽ, സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർക്ക് സർക്കുലർ മസിൽസും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും എന്തിനു വേണ്ടിയിട്ടാണ്, അത് അവരുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ 2 മസിൽസും. ഓക്കെ, അടുത്തത് സിലോമിക് ബോഡി ക്യാവിറ്റി. ദ സ്പേഷ്യസ് പെരിവിസ്റൽ ക്യാവിറ്റി ഓഫ് അനലിഡ്സ് ഈസ് മീസോഡെർമൽ ആൻഡ് ഹെൻസ് എ ട്രൂ സിലോം. അതായത് അനലിഡ്സിന് ഒരു സിലോമിക് ബോഡി ക്യാവിറ്റി ആണ്. ആൻഡ് അവരുടെ സിലോം എന്ന് പറയുന്നത് ഒരു ട്രൂ സിലോം ആണ്. അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം വിതൗട്ട് ഹാർട്ട്. അവർക്കൊരു ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ട് ആബ്സെന്റ് ആണ്. സെഗ്മെന്റലി അറേഞ്ച്ഡ് മെറ്റാനെഫ്രീഡിയ. എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ പെയർഡ് ആൻഡ് സെഗ്മെന്റലി അറേഞ്ച്ഡ് മെറ്റാനെഫ്രീഡിയ. സോ എന്താണ്, അവരുടെ ബോഡി സെഗ്മെന്റലി അറേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മെറ്റാനെഫ്രീഡിയ. എന്താണ് മെറ്റാനെഫ്രീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാനെഫ്രീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എൻ ഓപ്പൺ ടൈപ്പ് ഓഫ് നെഫ്രീഡിയ വിത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓപ്പണിംഗ്. അതായത് ഓപ്പൺ ടൈപ്പ് ഓഫ് നെഫ്രീഡിയ ആണ്, അതിന് ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗും ഇന്റേണൽ ഓപ്പണിംഗും കാണാൻ പറ്റും. സർക്കം എൻറ്ററിംഗ് നെർവ് റിംഗ് ആൻഡ് സെഗ്മെന്റലി ഗാംഗ്ലിയോണേറ്റഡ് വെൻട്രൽ നെർവ് കോഡ്. അതായത് അവരുടെ നെർവ് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ പോയിന്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തത്, റിപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ഇൻ മോസ്റ്റ് കേസസ് ആൻഡ് സെക്ഷൽ ഇൻ സം. ഓക്കെ, സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് കൂടുതലായിട്ടും കാണുന്നത്. ചില കേസിൽ നമുക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ കാണാനായിട്ട് പറ്റും. സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ്, പാരാറ്റമി, സ്റ്റോളനൈസേഷൻ എക്സെട്ര. ഓക്കെ, അപ്പം സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിംഗ്, പാരാറ്റമി, സ്റ്റോളനൈസേഷൻ. ഇതിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 2 അതായത് പാരാറ്റമി അതുപോലെ തന്നെ സ്റ്റോളനൈസേഷൻ എന്നുള്ളത് മോഡിഫൈഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ആണ്. ഓക്കെ, മോഡിഫൈഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഷനാണ് ഈ പാരാറ്റമി അതുപോലെ തന്നെ സ്റ്റോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. എന്താണ് പാരാറ്റമി, എന്താണ് സ്റ്റോളനൈസേഷൻ. അതായത് പാരാറ്റമിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഗാനിസം ഇപ്പൊ നമ്മളിവിടെ എർത്തുവേമിനെ തന്നെ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ എർത്തുവേമിന്റെ ബോഡി എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ വിച്ച് ഇസ് സ്പ്ലിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ പാർട്സ്. ഓക്കെ, അത് എന്താ പറയുന്ന മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് അത്
സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പാർട്ടും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പുതിയൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാറ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവരുടെ ബോഡി മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പോർഷനും ഓരോ പാർട്ടും ഒരു ന്യൂ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പാരാറ്റമി എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോളനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രീഡിംഗ് സീസണിൽ സ്റ്റോളൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതായത് സ്റ്റോളൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിറച്ച് ഗാമേറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഗാമേറ്റ്സ്, ഈ സ്റ്റോളന്റെ ഉള്ളിലുള്ള ഗാമേറ്റ്സ് മെച്ചുർ ആയി കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ, ആ സ്റ്റോളൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഡിറ്റാച്ച് ചെയ്തിട്ട്, അവരുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ഗാമേറ്റ്സിനെ വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ട്രാൻസ്വേഴ്സ് ഡിവിഷന്റെ മോഡിഫിക്കേഷൻ ആണ് എന്ന് ഓർത്തിരിക്കാം. അടുത്തത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് എ സീലിയേറ്റഡ് ആൻഡ് ഫ്രീ സ്വിമ്മിംഗ് പെലാജിക് ലാർവേ കോൾഡ് ആസ് ട്രോക്കോഫോർ ലാർവേ. അപ്പൊ ട്രോക്കോഫോർ ലാർവേ കാണുന്നത് ഏത് ഫൈലത്തിലാണ്? അത് ഫൈലം അനലിഡയിലാണ്. അപ്പോൾ ഇത്രയാണ് ഫൈലം അനലിഡേന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഫൈലം അനലിഡേന്റെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.